ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യ ഇന്ദിരാ സ്റ്റോറിലെ കൗണ്ടറിലേക്ക് കയറി അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാവാണ്. അപ്പോൾ നമ്മുടെ അച്യുതൻ അനന്തനോട് പറയുന്നുണ്ട്, ഏട്ടാ ഐശ്വര്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഏട്ടൻ്റെ കൈ കൊണ്ട് തന്നെ കാശ് കൊടുത്ത് വാങ്ങാൻ. അപ്പോൾ അനന്തൻ വന്ന് പറയാ, സുകന്യെ ഒരു സീഡ്സ് അങ്ങോട്ട് എടുക്കുക. അങ്ങനെ സുകന്യ ഒരു സീഡ്സ് എടുത്ത് കൊടുക്കുന്നു. കാശ് കൊടുത്ത് അനന്തൻ ആ സാധനം വാങ്ങാട്ടോ. അതോടുകൂടി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ധർമ്മൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനേ ഇനിയിപ്പോൾ ഒരിടം വരെ പോയിട്ട് വരാം. എടാ നീ അങ്ങോട്ട് പോവാനാ? ഒന്ന് നിന്നേ, നീ ഇനി ഒരിടത്തും പോകണ്ട എന്ന് നന്ദിത പറയാട്ടോ. ഞാനിപ്പോൾ വരാം, എനിക്ക് ഒന്ന് രണ്ട് പേരൊക്കെ കാണാനുണ്ട്, ഞാനിന്ന് പോയിട്ട് വരാം. ഓ, അപ്പോൾ അച്യുതൻ പറയാട്ടോ, അതെ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ അവന് ഓരോന്നും പറഞ്ഞ് പ്രഷർ കയറ്റേണ്ട കാര്യമൊന്നുമില്ല, കച്ചവടമൊക്കെ സുകന്യ നോക്കിക്കോളും. അലോകിനാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ, എന്നാൽ ഈ കൊച്ചച്ഛൻ എങ്ങോട്ടായിരിക്കും പോയത്? ധർമ്മൻ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ദേവമംഗലത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ ധർമ്മൻ മുറ്റത്തേക്ക് ചെന്നിട്ട് ഒരു വല്ലാത്ത ശങ്കയുണ്ട് കേട്ടോ. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കാം. എന്നിട്ട് വീണ്ടും വിചാരിക്കുന്നുണ്ട്, ഏതായാലും നേരിട്ട് കാര്യങ്ങളെല്ലാം പറയാം, ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കും, അത് അതിനേക്കാളും വലിയ നെറുകേടാവും. രണ്ടും കൽപ്പിച്ച് കയറി ചെല്ലുന്നതാണ് നല്ലത്. അങ്ങനെ ധർമ്മൻ പതിയെ പതിയെ അകത്തേക്ക് കയറി ചെല്ലാട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഗോമതി ആണ് ആദ്യം നമ്മുടെ ധർമ്മനെ കാണുന്നത്. ഗോമതിക്കാണെങ്കിലേ ധർമ്മനെ കാണുന്നതും ഒരു കടന്നൽ കുത്തിയതുപോലെ അങ്ങോട്ട് മുഖം ദേഷ്യത്തോടുകൂടി നോക്കാട്ടോ. ധർമ്മൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. തൊട്ട് പിറകെ ബാലനും വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരെയും മാറി മാറി ധർമ്മൻ നോക്കുകയാണ്, ഇവരും എന്ത് പറയണമെന്നറിയാണ്ട്. അപ്പം ചേച്ചി എന്ന് വിളിക്കാൻ കേട്ടോ. ചേച്ചിയോ? അതൊക്കെ നിനക്കറിയോ ഇങ്ങനൊരു ചേച്ചി ഉള്ളതായിട്ട്? പിന്നെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നീ മറന്നുപോയില്ല അല്ലേ? ഞാൻ വിചാരിച്ചതെല്ലാം നീ മറന്നുപോയെന്ന്. അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ധർമ്മ? പിന്നെ ചേച്ചി എന്നൊക്കെ നീ വിളിക്കുന്നല്ലോ, ഇപ്പോഴും ഞാൻ നിൻ്റെ ചേച്ചി തന്നെയാണോ? ഈ ബാലേട്ടനോ? ബാലേട്ടൻ നിൻ്റെ അളിയനാണോ? അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ചേച്ചി അളിയനൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ഓ അത് ശരി, അപ്പം ഞങ്ങളാണ് നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അല്ലേ? അളിയാ, അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ അളിയാ. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, നിൻ്റെ ഏട്ടന്മാർ നിനക്ക് വേണ്ടി ചെയ്തതാണ്, അതിൽ നിനക്ക് ഒരു പങ്കുമില്ല. ഇതൊക്കെ അല്ലേടാ നീ പറയാൻ പോകുന്നത്? അളിയാ, ഞാൻ പറയാൻ വന്നത് അത് തന്നെയാണ്. അല്ല, അപ്പോഴത്തേക്കിനും ഇത്രയും അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സംഭവം. അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നു. ഗോമതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? ഇത്ര വേഗം നീ പഴയതൊക്കെ മറന്നോ? ഇല്ല, ഞാൻ പഴയൊന്നും മറന്നിട്ടില്ല ചേച്ചി. ബാലൻ പറയാണ്, ഓ അത് ശരി, അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായടാ. പഴയതൊക്കെ മറന്നത് ഞങ്ങളാണല്ലേ? ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയപ്പോഴും അത് മാറാൻ വേണ്ടിയിട്ടും നിൻ്റെ പുറകിൽ ഞങ്ങൾ ഒരുപാട് നാൾ നടന്നു, ക്ഷമ ചോദിച്ചും തിരിച്ചു വരണമെന്നും അപേക്ഷിച്ചും കൊണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കുകയും ചെയ്തു. അപ്പോൾ അളിയൻ എന്താ പറഞ്ഞത്? അളിയൻ ഇപ്പോഴും അതിന് തെറ്റിദ്ധാരണയെന്നാണോ പറയുന്നത് അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളനായിട്ട് ഇവിടെ നിർത്തുകയല്ലേ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എന്നെ ഗോമതി പറയാണ്, എടാ അതിന് ഞാനും ബാലേട്ടനും എല്ലാവരും, പിന്നെ ഇവിടെയുള്ള എല്ലാവരും എത്ര തവണ നിന്നോട് മാപ്പ് പറഞ്ഞടാ. അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞത്? ഓ, ആരാ മോഷ്ടിച്ചതെന്ന് തെളിയട്ടെ, എന്നിട്ട് ദേവമംഗലത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കാമെന്ന് അല്ലേ? അങ്ങനെ പറഞ്ഞൊക്കെ നീ മറന്നു പോയോ? സത്യം തെളിഞ്ഞോ? എന്നിട്ടും നീ വന്നില്ല. ശരി, ഇതൊക്കെ പോട്ടെ. നിൻ്റെ മനസ്സിൽ ഞങ്ങളുണ്ടാക്കിയ മുറിവുണക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് കരുതി. അതും കഴിഞ്ഞു. നീ വരുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ നീ എന്താ ചെയ്തത്? നീ ഒരു മുറിവ് വലിയൊരു വ്രണമാക്കി മനസ്സിൽ സൂക്ഷിക്കാമെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ചേച്ചി സ്വന്തമായിട്ട് കട തുടങ്ങണമെന്നോ ആ കട ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ വേണമെന്നോ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. ആനന്ദേട്ടനും അച്യുതേട്ടനും കൂടെ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് തുടങ്ങിച്ചതാ ആ കട അവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് വിശ്വസിക്കുക ചേച്ചി. അപ്പോൾ ബാലൻ പറയാണ്, പക്ഷേ കട തുടങ്ങാൻ നിനക്ക് വേറെ ഒരു സ്ഥലം കിട്ടിയില്ലേ? ഗോമതി സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് തന്നെ നിനക്ക് വേണമായിരുന്നു. ബാലേട്ടൻ്റെ ആയുസിൻ്റെ കഷ്ടപ്പാടാടാ ആ കട. അതിന് തൊട്ടടുത്ത് നീ ഒരു കട തുടങ്ങുമ്പോൾ ഞങ്ങൾ എന്താ കരുതേണ്ടത്? ചേച്ചി എത്ര തവണ ഞാൻ പറയണം, ഞാൻ അറിഞ്ഞ കാര്യമല്ല. അപ്പം മിത്ര പറയണം, അപ്പച്ചി കൊച്ചച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മിത്രേ, നീ ഇതിലിടപെട്ട് പോകരുത്. അപ്പോൾ ധർമ്മം പറയാനുണ്ട്, മോളെ ഇതിലിടപെടരുത്, എൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ബാലൻ വീണ്ടും പറയാം, ധർമ്മ ഗോമതി സ്റ്റോറ് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണോ നിൻ്റെ രീതികളെല്ലാം? അങ്ങനെയാണെങ്കിലേ എൻ്റെ കടയിൽ വരണവരെല്ലാവരും എൻ്റെ കടയിൽ തന്നെ വരുവടാ. ഓ, അളിയന് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണേ? അപ്പോൾ നമ്മുടെ ഗോമതി പറയാം, കടയൊക്കെ തുടങ്ങി, ഇനിയിപ്പോൾ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ പരിപാടികൾ ചെയ്യും? ചേച്ചി, ഞാൻ കട തുടങ്ങിയ കാര്യം നിങ്ങളോട് മറച്ചു വെക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഇനി അത് പറയാനാണ് ഞാൻ വന്നത്. അത്
ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് കരുതാം, അല്ലാതെ ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്ന് ധർമ്മൻ ചോദിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പക തീർക്കാൻ വേണ്ടിയിട്ടൊന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോമതി സ്റ്റോറിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും വീട്ടിൽ വന്ന് കയറിയ ഒരാളല്ലേ, കൊച്ചിച്ചനല്ലേ. മിത്ര ഉടനെ ചോദിക്കുന്നുണ്ട്, കൊച്ചിച്ച കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. അപ്പം ഉടനെ തന്നെ നമ്മുടെ ഗോമതി പറയാം, കൊടുക്കടിയും, പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്നവനാ ഇവൻ, അതുകൊണ്ട് നീ കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ധർമ്മൻ ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടോ ധർമ്മൻ. എന്നിട്ട് പറയണം, ചേച്ചി വായിൽ നിന്ന് വീണുപോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞതോർത്ത് പിന്നീട് ചേച്ചി നല്ല വിഷമിക്കേണ്ടി വരും. എനിക്ക് ഒരു വിഷമവും ഉണ്ടാവില്ലടാ. നിൻ്റെ സ്വഭാവമേ ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. നീ ഒരു വിഷപ്പാമ്പാ. ധർമ്മൻ്റെ മുഖത്തൊക്കെ ഇത്രയും പറയുമ്പം ധർമ്മനൊരു വല്ലാത്ത ദേഷ്യം തോന്നി തുടങ്ങി കേട്ടോ. അപ്പം തന്നെ ധർമ്മം പറഞ്ഞോണ്ട്, ശരി ഞാൻ വിഷപ്പാമ്പാണെങ്കിൽ അങ്ങനെ തന്നെ, പക്ഷേ ഈ വിഷപ്പാമ്പ് ചേച്ചിയും അളിയനെയും ഒന്നും കടിക്കില്ല. ഓ മതി, നീ ഇനി നമ്മളോട് ഒരു സ്നേഹവും ഒന്നും കാണിച്ചെടുത്തോളം മതി. ധർമ്മ, ഈ പരിസരത്ത് ആർക്കും കട തുടങ്ങാം. വേറെ ആരായിരുന്നെങ്കിലും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ നീ ആയിട്ട് എടാ എന്നും പറഞ്ഞുകൊണ്ട് ബാലന് ഒന്നും വേണ്ടായിരുന്നടാ, ഇത് നീ ചെയ്യരുതായിരുന്നടാ. അളിയ, ഞാൻ പറഞ്ഞില്ലേ അളിയ, അളിയനെയും ചേച്ചിയെ എങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല. ഞങ്ങളെ വിശ്വസിക്കണമെന്ന് നിനക്ക് നിർബന്ധം വല്ലതുണ്ടോ? എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വിശ്വസിക്കണോ വേണ്ടയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഗോമതി പറയാം, ദേ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളെ വേദനിപ്പിച്ച് നീ തുടങ്ങിയ ആ കടയുണ്ടല്ലോ, അതൊരിക്കലും നിനക്ക് ഗുണം ചെയ്യില്ല. അധികം നാൾ അതവിടെ ഉണ്ടാവില്ല. ഗോമതി അങ്ങനെയൊന്നും പറയരുത് എന്ന് ബാലൻ പറയട്ടോ. അല്ലാതെ ഇവൻ ഇത്രയും ചതി നമ്മളോട് കാണിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തിനാ എന്നെ തടയുന്നത്? സാരമില്ല, വേണ്ടളിയാ, ചേച്ചി അതൊന്നും തടയണ്ട. ചേച്ചി പറയട്ടെ, പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. ചേച്ചിയുടെ സ്വഭാവം എനിക്കറിയാലോ. ദേഷ്യം വന്നാൽ മുന്നിൽ ആരാന്ന് പോലും നോക്കില്ല. ചേച്ചി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പിന്നെ പറഞ്ഞതോർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയും ചെയ്യും. എടാ, നിന്നോട് പറഞ്ഞതോർത്ത് ഞാൻ കരയില്ല. നീ കേൾക്കേണ്ടത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതല്ല എന്നും പറഞ്ഞ് ഗോമതി ദേഷ്യം പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാൻ കേട്ടോ. അപ്പം ധർമ്മനും ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയല്ലോ. അപ്പോൾ ധർമ്മൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ധർമ്മൻ പറഞ്ഞു, ആയിക്കോട്ടെ, കട തുടങ്ങിയത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനത് പറഞ്ഞു, പക്ഷേ ഞാൻ പോവാണ്. അന്നേരം പോട്ടെ മോളേന്ന് പറഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും വീണ്ടും ധർമ്മൻ തിരിഞ്ഞ് നിന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് പറയാട്ടോ, ഇങ്ങോട്ട് വരുന്നത് വരെ ആ കട എങ്ങനെയെങ്കിലും വേണ്ടാന്ന് വെക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേണ്ടാന്ന് ഞാൻ വെക്കുന്നില്ല. ഞാൻ ആ കട നടത്തും. അപ്പം ബാലനാണെങ്കിൽ ദേഷ്യം വന്നുട്ടോ. ബാലൻ ചാടി എണീക്കാണ്. എന്താടാ, വാശിയാണോ? അളിയനെ എങ്ങനെ തോന്നുന്നോ അതുപോലെ ആയിക്കോ. എന്നാലേ നീ ഒരു കാര്യം കേട്ടോ, ഗോമതി സ്റ്റോറിനെ തോൽപ്പിക്കാൻ ഇന്ദിരാ സ്റ്റോറിനും കഴിയില്ലടാ. ഞാൻ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. എൻ്റെ കട ഞാൻ മാന്യമായിട്ട് നടത്തും. എടാ, 1 മാസം അതിൽ കൂടുതൽ ആ കട അവിടെ നിൽക്കില്ല. 1 മാസം തന്നെ ധാരാളം അല്ലയാ. അതുവരെ ഞാൻ കച്ചവടം പൊടിക്കും. കാണാടാ, നമുക്ക് കാണാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം നിന്നങ്ങോട്ട് വെല്ലുവിളിക്കുക കേട്ടോ. ബാലൻ്റെ മനസ്സ് തകർത്തും കൊണ്ടാണ് നമ്മൾ ഇറങ്ങിപ്പോണത്. അപ്പോൾ ഗോമതിയോട് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ആരുടെ പാവം വാശിയിലാണ്. എന്നാൽ പിന്നെ ആരുടെ വാശിയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം എന്ന് ബാലനും പറഞ്ഞ് വിട്ടൊന്നും കൊടുക്കുന്നില്ല. കടയിലാണെങ്കിൽ ഇന്ദിരാമയ്ക്ക് വല്ല ടെൻഷൻ. ധർമ്മൻ ഇത് എങ്ങോട്ടാണ് പോയത്? എന്തായാലും അനന്ത അവൻ എങ്ങോട്ട് ഫോണിൽ വിളിക്കാൻ. അവൻ ആകെ മനസ്സ് വിഷമിച്ചാൽ എവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ധർമ്മൻ ഇങ്ങോട്ട് കയറി വരുവാ കേട്ടോ. എവിടെയാടാ നീ പോയത്? അപ്പോൾ തന്നെ ധർമ്മൻ പൊട്ടി കരഞ്ഞു പോകണം കേട്ടോ. ധർമ്മന് വല്ലാത്ത സങ്കടമായിപ്പോയില്ലേ അവിടുന്ന് പ്രാക്കുകളൊക്കെ കേട്ടപ്പോഴത്തേക്കും. അപ്പം എന്താ അപ്പോൾ ധർമ്മം പറഞ്ഞു, ഞാനെല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദേവമംഗലത്തിൽ ചെന്നത്. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല. എന്നെ എല്ലാവരും തെറ്റുകാരനാക്കി. ഞാനൊരു തെറ്റുകാരനോ കുറ്റക്കാരനോ അല്ല എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, ഓ ഇപ്പം എന്താ എടാ, അങ്ങനെ തന്നെ വേണം. അവരെയൊക്കെ സ്വഭാവം ഞാൻ നിനക്ക് പലതവണ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. എന്നാലും നീ ഇപ്പം ഓടി ചെല്ലേണ്ട കണ്ടാൽ അറിയാത്തവനെ കൊണ്ടാലേ പഠിക്കത്തുള്ളൂ എന്നാ. നീ കൊണ്ടാൽ തന്നെ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഈ ചാടിക്കയറി അങ്ങോട്ട് പോവേണ്ട വല്ല കാര്യമുണ്ടോ? പോയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതൻ കുറേ വഴക്ക് കൊടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും ധർമ്മം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുറ്റബോധം മാറണമെങ്കിൽ ഞാൻ കാണിച്ച നെറികേടാണ് എന്ന് തോന്നാതിരിക്കണമെങ്കിൽ എനിക്ക് അളിയനും ചേച്ചിയും കണ്ട് സംസാരിക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ സുകന്യ പറയാം, ഓ എന്തായാലും കുറ്റബോധമൊക്കെ ഇപ്പം മാറിയോ? അവരുടെ തനിനിറമൊക്കെ മനസ്സിലായോ? ഇനി സമാധാനമായിട്ട് കടയിലിരിക്കുക. അപ്പോൾ അമ്മ പറയാനുണ്ട്, വിഷമിക്കാതെ മോനെ, ഗോമതിയോട് ഞാൻ ചോദിക്കാം. പനന്തം പറയണം, വേണ്ടമ്മേ അതൊന്നും ഇപ്പം ചോദിക്കാനൊന്നും പോണ്ട.
സമാധാനമായിട്ട് ഇനിയെങ്കിലും കട നടത്തട്ടെ, നമുക്കെല്ലാവർക്കും അങ്ങ് വീട്ടിൽ പോവാം. ധർമ്മ നീ അവിടെ കയറിയിരിക്കുക. അങ്ങനെ ധർമ്മനെ അവിടെ നിർത്തിയിട്ട് ഇവരെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ നമ്മൾ ഗോമതിയും അല്ലാത്ത സങ്കടത്തിലാണ്. അപ്പോൾ മീനാക്ഷി ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ തന്നെ മീനാക്ഷിയും പറഞ്ഞിട്ട് അമ്മ ഇതൊന്നും കേട്ടും കണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവിടെ കട വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കടയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കടയിൽ വന്നുകൊണ്ടിരുന്നവർ അവിടെ തന്നെ വരൂ. എടി മീനാക്ഷി, നിനക്ക് കച്ചവടത്തെക്കുറിച്ച് എന്തറിയാം? ഒരു കട നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ അതേപോലത്തെ വേറൊരു കട വന്നു കഴിഞ്ഞാൽ കച്ചവടം നേരെ പോകുന്നതാണോ? കുറേ ആളുകളൊക്കെ അങ്ങോട്ടും മാറില്ലേ? പറ, ഒരിടത്തുള്ള കച്ചവടം കുറയില്ല. അതൊക്കെ നിനക്ക് ഇങ്ങനെ അറിയാം. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. അമ്മ വിഷമിക്കാതെ. എടി, കച്ചവടം കുറയുന്നതൊന്നും അല്ല എൻ്റെ വിഷമം. ബാലേട്ടനോട് അവൻ എങ്ങനെ ഇത് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പച്ചി, അങ്കിളിനെതിരെ ഒരിക്കലും കൊച്ചൻ നിൽക്കില്ല. ഇത് അച്യുതൻ കൊച്ചൻ ഒപ്പിച്ച എന്തെങ്കിലും പണിയായിരിക്കും എന്ന് മിത്ര പറയാം. ദേ മിത്രേ, നീ അവനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയരുത് കേട്ടോ. പിന്നല്ലാതെ അമ്മ എന്തൊക്കെയായി പറയുന്നത്? മാമൻ മനഃപൂർവ്വം നമ്മുടെ കടയ്ക്കെതിരെ നീങ്ങുന്നു. മാമൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവൻ ചെയ്യും, അതും ചെയ്യും. അവൻ്റെ മനസ്സിൽ നമ്മളോട് അത്രയ്ക്ക് പകയുണ്ട് മീനാക്ഷി. മാമന് നമ്മളോട് പകയോ? ഒരിക്കലും ഇല്ല. ചെയ്യാത്ത തെറ്റിന് അവനെ ശിക്ഷിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവനെ പുറവേ നടന്ന് നമ്മൾ എത്ര തവണ മാപ്പ് പറഞ്ഞു. ബാലേട്ടൻ അവനെ നേരിട്ട് പോയി വിളിച്ചില്ലേ? എന്നിട്ട് അവൻ എന്താ ചെയ്തത്? ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. എന്നിട്ടോ ബാലേട്ടൻ മറുത്ത് ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പാവം ഞാൻ തന്നെ എത്ര തവണ തിരിച്ചു വിളിച്ചു, കാല് പിടിച്ച് പറഞ്ഞില്ലേ, മോനെ നീ തിരിച്ചു വാടാന്ന്. അവൻ കേട്ടോ? ഇല്ലല്ലോ. ഗോമതിയാണെങ്കിൽ ഗോമതിയുടെ സങ്കടങ്ങളെല്ലാം നമ്മുടെ മീനാക്ഷിയോടും മിത്രയോടും പറഞ്ഞ് കരയാനുണ്ട് കേട്ടോ. അവൻ തിരിച്ചു വരും എന്നുകൊണ്ട് കാത്തിരുന്ന് നമ്മളെ അവൻ പകരം ചെയ്യാൻ ചെയ്തത് അല്ലേ? ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അവൻ ഇതൊക്കെ ചെയ്തല്ലോ. എനിക്ക് സഹിക്കാൻ വയ്യ. ദേ അമ്മേ, ഞാനൊരു കാര്യം പറയാം. മാമനെ അവർ പെടുത്തിയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തടിഞ്ഞി ഒന്നും മിണ്ടാതിരുന്നേ? അതെ, കൊച്ചിൻ്റെ സ്വഭാവം അറിയില്ലേ അപ്പച്ചിക്ക്. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തായാലും കട എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി മുളയ്ക്കുന്നതൊന്നും അല്ലല്ലോ. ആദ്യം സ്ഥലം കാണണം, കെട്ടിടം ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് ബോർഡ് വെക്കണം, പെയിൻ്റ് അടിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് കടയിൽ ചെയ്യണം. ഇതിനിടയ്ക്ക് ഇതൊന്നും അവൻ അറിഞ്ഞില്ലേ? തുടങ്ങാൻ പോകുന്ന പുതിയ കട അവൻ എന്തായാലും കാണാതെ പോലെ ഇരിക്കുമോ? അവനോട് ബാലേട്ടനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻ എന്തായിരിക്കും അനന്തേട്ടനോടോ അച്യുതേട്ടനോടോ പറയാ? ഇത് വേണ്ടാന്നല്ലേ പറയുള്ളൂ. എനിക്ക് വേണ്ട, അതും ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത്. പക്ഷെ അവൻ എന്താ ചെയ്തത്? അവന് അവിടെ തന്നെ കട വേണമെന്ന് വാശി പിടിച്ച് കാണും. കാരണം പകരം വീട്ടണമല്ലോ. അയ്യോ അപ്പച്ചി, കൊച്ചൻ അങ്ങനെയൊന്നും വാശി പിടിക്കില്ലെന്നേ. ഇല്ല, അവൻ വാശിക്ക് തന്നെ ചെയ്തത്. ഇത്രയും കാലം അവൻ ഇവിടുന്ന് ഇറക്കി വിട്ടില്ല. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഒരു സങ്കടവും ഇല്ല. അവൻ്റെ മനസ്സിൽ കൊടും വിഷമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. പാമ്പ്, വിഷപ്പാമ്പ്. അമ്മേ, എന്തൊക്കെയാ അമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ മീനു? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കത്തുള്ളൂ. അവന് എന്നോട് പക കാണിക്കെങ്കിൽ എനിക്കെന്താ തിരിച്ചങ്ങനെ കാണിച്ചുകൂടെ? ഞാനും അങ്ങനെ തന്നെ കാണിക്കും. എൻ്റെ കൈ പിടിച്ച് കൂടെ വന്ന ചെക്കനല്ലേ അവൻ ഈ കുടുംബത്തോടും ബാലേട്ടനോടും നമ്മളോടും ഒക്കെ പകയും വൈരാഗ്യം ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, ശരിയാ. പക്ഷേ അതിന് സത്യാവസ്ഥ അവന് ബോധ്യപ്പെട്ടതല്ലേ? എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ. ഇല്ല, ഞാനതിന് മാപ്പ് കൊടുക്കില്ല. ഒരിക്കലും അവനോട് ക്ഷമിക്കത്തുമില്ല. പറ്റില്ല എനിക്ക്. ദേ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും വേണ്ടിപ്പോലെ എൻ്റെ അടുത്ത്. എനിക്കിങ്ങനൊരു അനിയനേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി കേട്ടോ. അന്നേരം പെട്ടെന്ന് തന്നെ നമ്മുടെ മീനാക്ഷിക്കൊരു ഫോൺ വന്നിട്ട് മീനാക്ഷി പുറത്തേക്ക് പോകുന്നുണ്ട്. ഗോമതി അകത്ത് മിത്രയോട് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇനി എങ്ങനെയാവും മുന്നോട്ടുള്ള കാര്യമൊന്നും. അപ്പോൾ ഇതിനിടയ്ക്ക് വിളിച്ചത് ഓഫീസിൽ നിന്നല്ല, നമ്മുടെ ദേവി തന്നെയാണ് വിളിക്കുന്നത്. അമ്മയുടെ അടുത്ത് നിന്ന് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇറങ്ങിക്കൊണ്ട് ഫോണും കൊണ്ട് വെളിയിലോട്ട് പോയിട്ട് ഓഫീസിലാണെന്ന് പറയുന്നത്. അപ്പം പുറത്തിറങ്ങുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, എത്ര തവണയായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമോ എടുത്തി? എന്താ പ്രശ്നം? ധർമ്മൻ മാമൻ കട തുടങ്ങി. ആഹാ, അത് നല്ല കാര്യമല്ലേ. എവിടെയാ കട? നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. അല്ല, നമ്മളാരെയും മാമൻ വിളിച്ചില്ലേ? അതെന്താ? അല്ല മീനു, മാമൻ കട തുടങ്ങിയത് എവിടെയാ? നമ്മുടെ മാമന് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗമൊന്നും അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? എന്തായാലും അതിപ്പോൾ നടന്നല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഏട്ടത്തി പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മാമൻ്റെ ജീവിതം മെച്ചപ്പെട്ട് കാണുന്നത് തന്നെയാണ് അമ്മ ആഗ്രഹിച്ചത്. പക്ഷേ മാമൻ കട തുടങ്ങിയത് ഗോമതി സ്റ്റോറിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്തോ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവി അന്തം വിട്ട് പോവാട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്